ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു ഡിസൈൻ പഠിക്കാം. ഇതിനകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച്, റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട് ഇത് മൂന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ നമുക്ക് ടേബിൾ റണ്ണറിലോ കുഷൻ കവറിലോ ബെഡ്ഷീറ്റിലോ എവിടെ നമുക്ക് ഡിസൈൻ ചെയ്യണോ അവിടെയെല്ലാം ചെയ്യാം. അതുപോലെ കുർത്തിയുടെ കയ്യിൽ, കുർത്തിയുടെ നെഞ്ച് ഭാഗത്തായിട്ട്, സാരികളിൽ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ഞാൻ ഇന്നൊരു പെയിൽ കളറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ല കളർ, ഡാർക്ക് കളർ കൊടുത്താൽ ഇതിലും മനോഹരമായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ സാറ്റിൻ സ്റ്റിച്ചാണ്. ഇതിൻ്റെ ഇലകൾ ചെയ്തിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചിലാണ്. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 ഇഴ നൂലിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 2-ൽ കൂടുതൽ ഇഴ വന്നു കഴിഞ്ഞാൽ ഈ നൂലുകളിങ്ങനെ ഉരുണ്ട് അതിങ്ങനെ ഓരോന്ന് റോളായി സെപ്പറേറ്റ് ചെയ്ത് കാണും. പക്ഷേ 2 ഇഴകൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അത് നല്ല പതിഞ്ഞ നല്ല ഷേപ്പിൽ വരും. അപ്പം അതുകൊണ്ട് 2 ഇഴ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് സാറ്റിൻ സ്റ്റിച്ചിൽ നമ്മൾ ലീഫ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടുകൾ കൊടുത്തിരിക്കുന്നത് എല്ലാം റിവേഴ്സ് ചെയിൻ സ്റ്റിച്ചാണ്. റിവേഴ്സ് ചെയിൻ സ്റ്റിച്ചിന് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സിംഗിൾ നോട്ട് ഇടുക. ഇത് കഴിഞ്ഞ് ഒരു സെൻറ്റിമീറ്റർ മുന്നോട്ട് കയറ്റി വീണ്ടും സ്റ്റിച്ച് നീഡിൽ മുകളിലോട്ട് കയറ്റി കുത്തുക. പഴയ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അത് ഒരു കൊളുത്ത് പോലെ, ലേസി ഡേസിയുടെ ഒരു കൊളുത്ത് പോലെ കൊളുത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് തന്നെ തിരിച്ചു കൊണ്ടേ കുത്തുക. വീണ്ടും മുന്നോട്ട് പോവുക, സൂചി മുകളിലോട്ട് എടുക്കുക. പഴയ കൊളുത്ത്, അതായത് ചെയിൻ സ്റ്റിച്ചിൻ്റെ കൊളുത്തിൻ്റെ അകത്തോട്ട് തിരിച്ച് കയറ്റി വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും കുത്തി അവസാനിപ്പിക്കുക. ഇത് നല്ല ചെയിൻ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട്, റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഇതിനകത്ത് തണ്ടായിട്ട് കാണുമ്പം നിങ്ങൾക്ക് ഈ പൂക്കളുടെ തണ്ടുകൾ നോക്കുമ്പോൾ അറിയാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, നല്ല നിരയൊത്ത്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വരുന്നത് കാണാം. അപ്പം ഇതാണ് റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്. നമുക്ക് ഇഷ്ടം ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യാനും, പടങ്ങളുടെ ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യാനും, ഡിസൈൻസിൻ്റെ ഔട്ട്ലൈനായിട്ട്, സ്റ്റെമ്പായിട്ടും മറ്റേ പൂക്കളുടെ തണ്ടുകളായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഈ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് വളരെ ഉപയോഗപ്രദമാണ്. നല്ല ഭംഗിയും കിട്ടും. അടുത്തതായി വരുന്നത് ഫ്രഞ്ച് നോട്ട്. ഈ ഫ്രഞ്ച് നോട്ട് വളരെ ഈസിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഫ്രഞ്ച് നോട്ട് തന്നെ വളരെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടിൻ്റെ നീഡിലേൽ 2 തവണ ചുറ്റിയിട്ടെടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ടാണ്. നമ്മൾ ഒറ്റ ഫ്രഞ്ച് നോട്ടിന് നീഡിൽ താഴേന്ന് മുകളിലോട്ട് കുത്തി അതിന് ചുറ്റും വട്ടം ചുറ്റുമ്പം 1 തവണയാണെങ്കിൽ ഒരു ബൾജ് വരും, 2 തവണയാണെങ്കിൽ കുറച്ചും കൂടെ സൈസ് വരും, 3 തവണയാണെങ്കിൽ സൈസ് വരും. അപ്പോൾ ഓരോ ചുറ്റുകൾ കൂടുന്നതനുസരിച്ചും ഈ ഫ്ലവറിന് ഭംഗിയുണ്ടാകും. അപ്പോൾ നമുക്ക് എവിടെയാണോ ആവശ്യം, നമ്മുടെ ആവശ്യം എവിടെയാണോ അതനുസരിച്ച് നമ്മളത് തിരിച്ച് ഒരു ചുറ്റാണോ 2 ചുറ്റാണോ എന്ന് തീരുമാനിച്ച് ചെയ്യുക. നല്ല കട്ടിയിൽ വേണമെങ്കിൽ ചുറ്റ് കൂടുതലെടുക്കുക, കട്ടി കുറവ് മതിയെങ്കിൽ ഒറ്റ സ്റ്റിച്ചിൽ ചെയ്യാം. വളരെ ഈ 3 സ്റ്റിച്ചുകളും കൂടെ ചേർത്ത് വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. കൂടുതൽ ട്രൈ ചെയ്താൽ നമുക്ക് വേഗം സ്റ്റിച്ചുകളെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ദയവായി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.